ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഭരണഘടനയിലെ ആമുഖത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ കുറച്ച് അനുച്ഛേദങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാം. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഭാഗത്തിൽ ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളെയും പറ്റിയാണ് പറയുന്നത്. അനുച്ഛേദം 1 മുതൽ 4 വരെയാണ് ഒന്നാമത്തെ ഭാഗത്തിൽ. രണ്ടാമത്തത് പൗരത്വത്തെക്കുറിച്ചാണ്. 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിൾ. 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്, രണ്ടാം ഭാഗം. ഇനി മൂന്നാമത്തെ ഭാഗം മൗലികാവകാശങ്ങളാണ്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് മൗലികാവകാശങ്ങൾ. ഇനി നാലാമത്തെ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നത്. ഇനി 4A ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ചാണ്. 51A ആണ് അനുച്ഛേദം. 51A അനുച്ഛേദം 4A ഭാഗത്തിൽ മൗലിക കടമകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭാഗം 5 രാഷ്ട്രതല ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ 52 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിൾ രാഷ്ട്രതല ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. ഭാഗം 6 സംസ്ഥാനതല ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. 152 മുതൽ 237 വരെയാണ് ആർട്ടിക്കിൾ. ഇനി ഭാഗം 8 പറയുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റിയിട്ടാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റി പറയുന്ന ഭാഗം 8 ആണ്. അത് ആർട്ടിക്കിൾ 239 മുതൽ 242 വരെയാണ്. അടുത്തത് ഭാഗം 9 പഞ്ചായത്തുകളെ പറ്റിയുള്ളതാണ്. 243 മുതൽ 243 വരെയാണ് അനുച്ഛേദം. അടുത്തത് 9A ആണ്. ഭാഗം 9A മുനിസിപ്പാലിറ്റികളെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെയാണ്. അടുത്തത് ഭാഗം 9B ആണ്. കോർപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റി പറയുന്നതാണ് ഭാഗം 9Bയിൽ. അത് അനുച്ഛേദം 243ZH മുതൽ 243ZT വരെയാണ്. അപ്പോൾ ഭാഗം 9B കോർപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റി പറയുന്നതാണ്. ഇനി ഭാഗം 10 പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റിയാണ്. ഭാഗം 10 എന്താണ്? പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റിയാണ് പറയുന്നത്. 244 മുതൽ 244A വരെയാണ് അനുച്ഛേദം. 244 മുതൽ 244A വരെയാണ്. അടുത്തത് 11ാം ഭാഗത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി പറയുന്നതാണ് 11ാം ഭാഗം. ഇനി ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയാണ് ഭാഗം 11. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയാണ്. ഇനി ഭാഗം 12 സാമ്പത്തികം, വസ്തുവകകൾ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ്. ആർട്ടിക്കിൾ 264 മുതൽ 300A വരെയാണ്. ഭാഗം 12 സാമ്പത്തികം, വസ്തുവകകൾ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ്. ഇനി ഭാഗം 13 ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ വ്യാപാരം, വാണിജ്യം, സഞ്ചാരം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. 13 ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ വ്യാപാരം, വാണിജ്യം, സഞ്ചാരം എന്നിവയെ സംബന്ധിച്ചാണ്. ആർട്ടിക്കിൾ 301 മുതൽ 307 വരെയാണ്. ഭാഗം 14 രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും ഉള്ളിലെ സേവനങ്ങളെ പറ്റിയാണ്. രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും ഉള്ളിലെ സേവനങ്ങളെ പറ്റി പറയുന്നതാണ് ഭാഗം 14. ആർട്ടിക്കിൾ 308 മുതൽ 323 വരെയാണ്. 308 മുതൽ 323 വരെയാണ്. ഭാഗം 14A നീതിന്യായ വകുപ്പിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 323A മുതൽ 323B. ഇനി ഭാഗം 15 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഭാഗം 15. ആർട്ടിക്കിൾ 324 മുതൽ 329A വരെ. 324 മുതൽ 329A വരെ. ഇനി ഭാഗം 16 പ്രത്യേക വിഭാഗങ്ങളുള്ള പ്രത്യേക സംവരണങ്ങളെ പറ്റിയാണ്. അതായത് ST, SC, അതുപോലെ OBC, ആംഗ്ലോ ഇന്ത്യൻസ് ഇങ്ങനെയുള്ള പ്രത്യേക സംവരണ വിഭാഗങ്ങളെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 16. ഭാഗം 16. ആർട്ടിക്കിൾ 330 മുതൽ 342 വരെയാണ്. ഇനി ഭാഗം 17 ഔദ്യോഗിക ഭാഷകളെ പറ്റിയിട്ടാണ്. ഔദ്യോഗിക ഭാഷകളെ പറ്റി പറയുന്ന ഭാഗം 17 ആണ്.
ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ, 343 മുതൽ 351 വരെയാണ്. ഭാഗം 18 അടിയന്തര വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഭാഗം 18 ഇനി ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. ഇനി ഭാഗം 19 പ്രസിഡന്റ്, ഗവർണർമാർ എന്നിവരെ കുറ്റവിചാരണ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള വിവിധ വിഷയങ്ങളാണ് എന്ത് പറയുന്നത്, ഭാഗം 19 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 361 മുതൽ 367 വരെയാണ് ഭാഗം 19. ഇനി ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി പറയുന്നത് ഭാഗം 20 ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത് ഭാഗം 20 ആർട്ടിക്കിൾ 368 ആണ്. ഇനി ഭാഗം 21 താത്കാലികവും പരിവർത്തനപരവും പ്രത്യേകവുമായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഭാഗം 21. ആർട്ടിക്കിൾ 369 മുതൽ 392 വരെയാണ്. അടുത്തത് ഭാഗം 22 എന്താണെന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റുള്ള ഭാഗമാണ് ഭരണഘടനയുടെ ആരംഭം, അസാധുവാക്കൽ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഭാഗം 22 പറയുന്നത്. 393 മുതൽ 395 വരെയുള്ള ആർട്ടിക്കിളാണ് ഭാഗം 22. നമുക്ക് എക്സാമിന് PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം തന്നെ യൂണിയനെയും ഭൂപ്രദേശത്തെയും സംബന്ധിച്ചിട്ടുള്ള ഭാഗമായ ഒന്നാം ഭാഗം നോക്കാം. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് യൂണിയനെയും ഭൂപ്രദേശങ്ങളെയും പറ്റി പറയുന്നത്. നമുക്ക് ആർട്ടിക്കിൾ 1 എന്താണെന്ന് നോക്കാം. ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സംസ്ഥാനങ്ങളും അതിൻ്റെ പ്രദേശങ്ങളും 1-ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയിട്ടുള്ളതായിരിക്കും. മൂന്നാമത്തത് ഇന്ത്യയുടെ പ്രദേശം ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ്. അതിൽ സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ ഇന്ത്യയുടെ പ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ 1-ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ കേന്ദ്രഭരണ പ്രദേശങ്ങളും നമ്മുടെ ഇന്ത്യയുടെ പ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ സി പറയുന്നത് ഏറ്റെടുക്കാവുന്ന മറ്റു പ്രദേശങ്ങളും. സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതുപോലെ ബി കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സി ഏറ്റെടുക്കാവുന്ന മറ്റു പ്രദേശങ്ങൾ. ഇവ 3ഉം ഇന്ത്യയുടെ പ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 1 ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. സംസ്ഥാനങ്ങൾ അതിൻ്റെ പ്രദേശങ്ങളും 1-ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയിട്ടുള്ളതായിരിക്കും. പിന്നെ ഇന്ത്യയുടെ പ്രദേശം ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ആർട്ടിക്കിൾ 2 പാർലമെന്റ് നിയമപ്രകാരം യൂണിയനിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംസ്ഥാനങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്യാമെന്നാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 3 ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, അതിർത്തികൾ അല്ലെങ്കിൽ പേരുകൾ എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. അപ്പോൾ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 4 പറയുന്നത് 1ഉം 4ഉം ഷെഡ്യൂളുകളും അനുബന്ധവും സാന്ദർഭികവും അനന്തരവുമായ കാര്യങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനായി ആർട്ടിക്കിൾ 2, 3 എന്നിവ പ്രകാരം ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങളെ പറ്റിയാണ് ആർട്ടിക്കിൾ 4 പറയുന്നത്. അതായത് 1ഉം 4ഉം ഷെഡ്യൂൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറ്റിയിട്ടാണ് 1-ാം ഷെഡ്യൂൾ പറയുന്നത്. ഇനി 4-ാമത്തെ ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. ഈ 2 ഷെഡ്യൂളുകളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സാന്ദർഭികമായിട്ടുള്ള കാര്യങ്ങളും ഭേദഗതി ചെയ്യുന്നതിനായി ആർട്ടിക്കിൾ 2, 3 എന്നിവ പ്രകാരമുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 4 പറയുന്നത്. നമ്മൾ ഇതുവരെ നോക്കിയത് ഭരണഘടനയുടെ 1-ാം ഭാഗമായ യൂണിയനും ഭൂപ്രദേശങ്ങളെയും പറ്റിയാണ്. ഇനി നമുക്ക് 2-ാമത്തെ ഭാഗം നോക്കാം. ഭാഗം 2 പൗരത്വത്തെ പറ്റിയാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനിൽ നിന്നുമാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ഇനി ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമാണ് ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം നിർബന്ധമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഇതിന് പൗരത്വത്തെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത്.
ഇനി ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് എല്ലാം സിംഗ്വി കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് എല്ലാം സിംഗ്വി കമ്മിറ്റി ആയിരുന്നു. 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം 5 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നേടാനും അതുപോലെ 3 വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. അതേതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തിരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഈ 5 രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കുന്നുണ്ട്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, അതുപോലെ രജിസ്ട്രേഷൻ മുഖാന്തിരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇനിയിപ്പോൾ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത് 3 വിധത്തിലാണ്. ഒന്നാമത്തത് പരിത്യാഗം മുഖേനയാണ്. സ്വമേധയായുള്ള പൗരത്വം ഉപേക്ഷിക്കലാണ് പരിത്യാഗം. ഇനി രണ്ടാമത്തത് നിർത്തലാക്കൽ ചെയ്യുക മൂലമാണ്. അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടിയ ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തിൽ പൗരത്വം നഷ്ടപ്പെടും. അതാണ് നിർത്തലാക്കൽ. മൂന്നാമത്തതാണ് പൗരത്വ അപഹരണം. ഈ 3 വിധത്തിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത്. ഒന്നാമത്തത് പരിത്യാഗം, രണ്ടാമത്തത് നിർത്തലാക്കൽ ചെയ്യുക മൂലം, മൂന്നാമത്തത് പൗരത്വ അപഹരണം. ഇന്ത്യൻ പൗരനല്ലാത്തൊരു വ്യക്തിക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഒരു കാർഡാണ് PIO കാർഡ്. അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. PIO, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. ഈ ഒരു പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചത് 1999 മാർച്ച് 30-നാണ്. ഈ പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2002 സെപ്റ്റംബർ 15-നും. ഇനി PIO കാർഡ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് വിസയില്ലാതെ തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നതിനും അതുപോലെ ഇന്ത്യയിലെ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ നേടുന്നതിനും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട്. അതുപോലെ PIO കാർഡ് ഉടമകൾ 180 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ട്. ഇനി PIO കാർഡുകളുടെ കാലാവധി 15 വർഷമായിരുന്നു. ഇപ്പോൾ 2015 ജനുവരി 9-ന് PIO കാർഡ് പദ്ധതി OCI പദ്ധതിയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. അതായത് OCI പദ്ധതി എന്നാൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യൻ കാർഡാണ് OCI. ഇന്ത്യ ഗവൺമെൻറ് 2004 രൂപ നൽകിയ ഒരു പദ്ധതിയാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്, OCI കാർഡ്. നമുക്ക് ഭാഗം 2-ലെ ആർട്ടിക്കിൾ 5 to 11 വരെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ ആർട്ടിക്കിളും എന്താണെന്ന്. ആർട്ടിക്കിൾ 5 പറയുന്നത് ഭരണഘടനയുടെ ആരംഭത്തിലെ പൗരത്വം എങ്ങനെയാണെന്നാണ്. ഈ ഭരണഘടനയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ പ്രദേശത്ത് താമസമാക്കിയ ഓരോ വ്യക്തിയെ പറ്റിയാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 6 എന്താണ്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ചില വ്യക്തികളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളെ പറ്റിയാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ചില വ്യക്തികളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളെ പറ്റിയാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 7 പറയുന്നത് പാകിസ്ഥാനിലേക്കുള്ള ചില കുടിയേറ്റക്കാരുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളെ പറ്റിയാണ്. അതായത് ആർട്ടിക്കിൾ 5, 6 എന്നിവയിൽ എന്ത് തന്നെയായാലും 1947 മാർച്ച് 1-ാം തീയതിക്ക് ശേഷം ഇന്ത്യയുടെ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് കുടിയേറിയ ഒരു വ്യക്തിയെ ഇന്ത്യൻ പൗരനായി കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 8 എന്താണ്? ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരായ ചില വ്യക്തികളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളെ പറ്റിയാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരായ ചില വ്യക്തികളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 9 ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വമേധയാ നേടിയ വ്യക്തികൾ പൗരന്മാരാകരുത് എന്നാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വമേധയാ നേടിയ വ്യക്തികൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാകരുത് എന്നാണ് ഈ ആർട്ടിക്കിൾ 9 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 10 ആണ്. പൗരത്വത്തിൻ്റെ അവകാശങ്ങളുടെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 10. ഈ ഭാഗത്തിൻ്റെ മേൽപ്പറഞ്ഞ ഏതെങ്കിലും വ്യവസ്ഥകൾക്ക് കീഴിൽ ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ഓരോ വ്യക്തിയും പാർലമെൻറ്റ് നിർമ്മിക്കുന്ന ഏതെങ്കിലും നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി അത്തരം പൗരനായി തുടരും എന്നാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 11 ആണ്. പൗരത്വത്തിനുള്ള അവകാശം നിയമപ്രകാരം നിയന്ത്രിക്കാൻ പാർലമെന്റിനാണ് അധികാരമെന്നാണ്. പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും പൗരത്വവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തിൽ നിന്ന് ഈ വിഭാഗത്തിലെ മേൽപ്പറഞ്ഞ വ്യവസ്ഥകളൊന്നും അവഹേളിക്കുന്നതല്ല എന്നാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഭരണഘടനയിലെ എല്ലാ ഭാഗങ്ങളും ഏതൊക്കെയാണെന്നും അതുപോലെ നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിനെ തുടർച്ചയായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.